ഗൈസ് ഇത് നമ്മളെ വാർപ്പുമ്പുറമാണ്. എത്തുനിന്ന് കാണുന്ന വള്ളിയാണ്, പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. ഞാൻ നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണ് ടെറസിൻ്റെ മേലേക്ക് കൊണ്ട് പോകുന്നത്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കണ്ട കാട്ടിക്കൊക്കെ അങ്ങോട്ട് പടർന്ന് നിൽക്കണം. നല്ലോണം പാഷൻ ഫ്രൂട്ട് ഉണ്ടായ വള്ളി കേട്ടോ. കുറേ കാലമായി നല്ലോണം പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലൊന്നും നമുക്ക് കിട്ടൂല. കുറേ കിളികളും വേറെ പക്ഷികളൊക്കെ തിന്ന് പോകും. വവ്വാൽ അങ്ങനത്തെ ഒക്കെ തിന്നിങ്ങനെ ഇടുന്നതാണ്. എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ കായ്കളൊക്കെ കിട്ടിയാലായി. അതാണെങ്കിൽ തിന്നാതെ നമുക്ക് കൊഴിഞ്ഞ് കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് വലിയ കാര്യമാണ്. പക്ഷേ അങ്ങനെ കിട്ടാൻ പാടാണേനും. നിറച്ചും ഉണ്ടായിരുന്നു പാഷൻ ഫ്രൂട്ട്, ഇല്ലായിട്ടൊന്നല്ല, നിറച്ചുണ്ട് പാഷൻ ഫ്രൂട്ട്. പിന്നെ ഇത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി പടർന്ന കാരണം ആ കൊമ്പൊക്കെ ഉണങ്ങി നിൽക്കണുണ്ടല്ലേ, ഫുള്ളൊന്നായിട്ട് മൂടി ഉണ്ടായിക്കണ. പൊതച്ച് മൂടി ഇങ്ങോട്ട് നിന്ന് കണ്ടുണ്ടായിട്ടുള്ള കൊമ്പ് മുഴുവൻ ഉണങ്ങി വീഴുകയാണ്. ഈ വള്ളി ഇങ്ങനെ പടർന്നത് കാരണം അതിനൊരു ശ്വാസം കിട്ടാത്ത കോലത്തിലാണ് അത് പടർന്ന് നിൽക്കുന്നത്. ഈ ഒരു പ്ലാവ് ഒന്നായിട്ട് അതിൻ്റെ കൊമ്പ് ഒന്നായിട്ട് ഉണങ്ങിപ്പോയി. കാണുന്നുണ്ടോ? ഇതൊക്കെ അതിൻ്റെ വള്ളികളാണ്. അത് കുറേ ആയിട്ടാണ്. കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായിന്. ഈ ഒരു വള്ളിമേ തന്നെ ഇക്കൊല്ലം കുറേ ഉണ്ടായിന്. അങ്ങനെ പറ്റ ഉണങ്ങി പോയിട്ടൊന്നുമില്ല. അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിൽ നിൽക്കുന്നതാണ് തോന്നണേ. അതങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങനെ പോവുക. കുറേ ഇതിൻ്റെ വള്ളി തന്നെ കുറേ ആ കാട്ടിലും കയറി പോയിക്കണം. അവിടേക്കൊന്നും പിന്നെ നമ്മൾ വല്ലാതെ കയറി പോവലില്ല.